സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. തളരാതെ പ്രത്യാശയിൽ മുന്നേറുക, യുവാക്കളോട് ഫ്രാൻസിസ് പാപ്പ. യുദ്ധങ്ങൾ, സാമൂഹ്യ അനീതികൾ, അസമത്വം, പട്ടിണി, മനുഷ്യരെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യൽ തുടങ്ങിയ ദുരന്തങ്ങൾ നിരാശ ജനിപ്പിക്കുകയും ഭാവിയിലേക്ക് നോക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തളരാതെ പ്രത്യാശയിൽ മുന്നേറണമെന്ന് യുവാക്കളോട് ഫ്രാൻസിസ് പാപ്പ. 2024 നവംബർ 24 ആചരിക്കപ്പെടുന്ന 39ാം ലോക യുവജന ദിനത്തിനുള്ള സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ പ്രചോദനാദായകമായ ഈ വാക്കുകൾ ഉള്ളത്. ഈ സന്ദേശം സെപ്റ്റംബർ 17 ചൊവ്വാഴ്ചയാണ് പരസ്യപ്പെടുത്തിയത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന യേശയ്യ പ്രവാചകന്റെ പുസ്തകം 40ാം അധ്യായത്തിലെ 39ാമത്തെ വാക്യമാണ് ഈ ദിനാചരണത്തിന്റെ വിചിന്തന പ്രമേയമായി പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പ്രമേയത്തിൽ കേന്ദ്രീകൃതമായ പാപ്പയുടെ സന്ദേശം ജീവിത തീർത്ഥാടനവും അതിന്റെ വെല്ലുവിളികളും, മരുഭൂമിയിലെ തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ എന്നതിൽ നിന്ന് തീർത്ഥാടകരിലേക്ക് പ്രേക്ഷിത ദൗത്യത്തിനായുള്ള പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നിങ്ങനെ 4 ഉപശീർഷകളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്നത്തെ നാടകീയാവസ്ഥകൾക്ക് ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരുന്നത് പലപ്പോഴും യുവാക്കളാണെന്നും, കാരണം അവർ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്തിലാകുകയും സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വഴികൾ കാണാൻ കഴിയാത്ത അവസ്ഥയിലാകുകയും അങ്ങനെ അവർ ആശയറ്റവരായി വിരസതയുടെയും വിഷാദത്തിന്റെയും തടവുകാരായി ജീവിക്കേണ്ടി വരുന്ന അപകടത്തിലാകുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പറയുന്നു. എന്നാൽ കർത്താവ് ഇന്നും അവർക്ക് മുന്നിൽ ഒരു വഴി തുറന്നിടുകയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ആ പാതയിൽ സഞ്ചരിക്കാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. തളരാതെ മുന്നേറണമെന്ന് പറഞ്ഞ പാപ്പ, എന്നാൽ തളർച്ചയുണ്ടാകുമ്പോൾ അതിനുള്ള പ്രതിവിധി വിശ്രമിക്കലല്ല, പ്രത്യുത ഒരു വിരോധാഭാസമെന്ന് തോന്നാമെങ്കിലും യാത്ര തുടരുകയാണ്, പ്രത്യാശയുള്ള തീർത്ഥാടകരാകുകയാണ് എന്ന് ഉത്ബോധിപ്പിച്ചു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.